Makale, Georgia. വാ ആ പഠിച്ച് Makale, Georgia. Va. മക്കളെ ജോർജിയ വാന്ന്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോർജിയയിലെ ടിബ്ലിസിയിലെ ഒരു സ്കൂട്ടർ യാത്രയിലൂടെയാണ്. ഞങ്ങൾ പോകുന്ന റോഡിന്റെ ഈ സൈഡിൽ കാണുന്നത് TSME, ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അതായത് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് MBBS നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കോളേജ് അത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനാണ് മിസ്റ്റർ റഷീദ് ഖാൻ. അദ്ദേഹത്തിന്റെ സ്കൂട്ടറിലാണ് ഞങ്ങൾ ഇപ്പൊ തെറ്റിട്ട് വന്നത്. റയാൻ എന്ന പേര്. റയാൻ MBBS സ്റ്റുഡന്റ് ആയി റെസ്റ്റോറന്റിൽ ജോലിയാണ്. ഇങ്ങനെ പാർട്ട് ടൈം ചെയ്യാനൊക്കെ പറ്റും? പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ടോ നീ? ഞാൻ ഇവിടെ ഇപ്പം 1 വർഷം. അപ്പൊ നിന്റെ ചെലവിനുള്ള പൈസയൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും? ചെലവിനുള്ള പൈസയൊക്കെ. അടിപൊളി. അപ്പൊ പഠിക്കാൻ വരുന്നതിന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി സംഭവമാണ്, ഞാനും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ആദില് ജോർജിയയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാവൽ ഐറ്ററി ഒക്കെ സെറ്റ് ആക്കി എല്ലായിടത്തും കറക്കി അടിപൊളിയാക്കിയിട്ട് വിടും. നമ്മൾ കസ്റ്റമൈസ്ഡ് പാക്കേജസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ റെന്റൽസ് വേണമെങ്കിൽ റെന്റൽസ് മാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസ് നമ്മളുടെ കൂടുതലും മലയാളി സ്റ്റുഡൻസ് ആണ്, മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അവർക്കൊരു ജസ്റ്റ് ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിക്കും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. പാർട്ട് ടൈം ജോബില് അതും ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫോട്ടോ ഇപ്പൊ കിടപ്പിലായനെ, അവൻ കുറച്ച് ആവേശകുമാറായതാ, ഞാൻ ചുമ്മാ ഇരുന്നതാ. ഇതുണ്ട് റോഡ് സൈഡിൽ ഒരു ചേട്ടൻ മരത്തിലെ മൾബറി എടുത്തിട്ട് പറിച്ചു നിന്ന് ഇവിടെ ആത്മാർത്ഥമായിട്ട് പറിക്കുകയാണ്. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല മുമ്പില്. അവരെ കൊല്ലണ്ട, നീ നിനക്ക് ഓടിക്കാനൊക്കെ അറിയാടേ. എന്റെ ആശ തീർന്നെങ്കിൽ നമുക്ക് ഒരു തൂണുണ്ട് അവിടെ. ആ കണ്ടു 2 പിള്ളേര്, 2 ചേച്ചിമാര്. ഞങ്ങൾ ജോർജിയൻ തെരുവുകളിലൂടെ. അത് നിനക്ക് വേണ്ടി നെറ്റ് തന്നാ പുള്ളി. അതെ, എല്ലാരും ഹോറടിക്കുന്ന. ജോർജിയയിൽ എല്ലാതരം നാടൻ ഫുഡും കിട്ടും കേട്ടോ. ഇതണ്ട നമ്മുടെ സമാർ ചായയാണ്. ഇങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ അടിച്ചിട്ട് എന്റെ മുന്നിൽ സ്നേഹ ഇരിപ്പുണ്ട്. സ്നേഹ ഇവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് അത്ര. ഇവിടെ എല്ലാ ഫുഡും കിട്ടുക. നാട്ടിലെ എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. ചിക്കൻ ബിരിയാണി കിട്ടും, പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, നമുക്ക് ചട്ടിച്ചോറ്, അങ്ങനെയൊക്കെ. ഉച്ചക്ക് നല്ല ഇലയിൽ ചോറൊക്കെ കിട്ടും. കിട്ടും, ശരിക്ക് കിട്ടും, വിത്ത് പായസം. മെഡിക്കൽ കോഴ്സ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വയനാടുകാരൻ ഇതാ നിർഷാദ്. അപ്പൊ ഇതുപോലെ ഇവരെ പോലെ ഒരുപാട് മലയാളീസ് എഞ്ചിനീയറിംഗ് കോഴ്സ്, ടെക്നിക്കൽ കോഴ്സും ഇവിടെ പഠിക്കുന്നുണ്ട്. അത്ര അടിപൊളിയാണോ കോഴ്സൊക്കെ? പിന്നല്ല. ഷടപടയെന്ന് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടുകയാണ്. നമ്മൾ വന്ന കാര്യത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയി. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ കാണാന്നുള്ളതായിരുന്നു ഇത്തവണത്തെ ഉദ്ദേശം. നമ്മൾ ഫ്യൂച്ചർ പോയിന്റ് എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അതിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്താനും അഡ്മിഷൻ എവിടെയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നേരിട്ട് കാണുക, അതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ജോർജിയയിൽ വരുന്നത്. അത് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്ലാന് ചെറിയ സമയം നമുക്ക് ബാക്കിയുള്ള നാളെ തിരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ജോർജിയ വന്നിട്ട് ഒരു അടിപൊളി സ്ഥലമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും പോയിട്ടുള്ള അതേ സ്ഥലത്തേക്ക് ഇത്തവണ നൗഫൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഗുദൗറിയിലേക്ക് പോവാണ്. അതായത് ഇപ്പോൾ ജോർജിയയിൽ സമ്മറൊക്കെ ആരംഭിച്ചെങ്കിലും സമ്മറൊന്നും ബാധിക്കാത്ത ഒരു പ്രദേശമാണ് ഗുദൗറി. അത്രയും നല്ല തണുപ്പുള്ള സ്ഥലം, ഹിൽ ഏരിയ, അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ. ആ പോകുന്ന വഴി തന്നെ നമ്മൾ ഇഷ്ടം പോലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 10 ഡിഗ്രി റേഞ്ചിലൊക്കെ ആയിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ആംബിയൻസ് ആണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ ചായക്കടയിൽ കയറി ഒരു നല്ല ചൂടുള്ള കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ഥലത്ത് ഓൾമോസ്റ്റ് എത്തിത്തുടങ്ങി. ഈ ഗുദൗറിയിലേക്ക് വരുമ്പം നമ്മൾ കാണുന്ന മഞ്ഞ് മലകളൊക്കെ കണ്ടു തുടങ്ങി. കഴിഞ്ഞ തവണയൊക്കെ വരുന്ന സമയത്ത് ഫുൾ വൈറ്റായി കിടന്ന മലകളാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞ് മാത്രമായിട്ട്, ഈ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഒരു മാസം കൂടി കഴിയുമ്പോഴേക്ക് കംപ്ലീറ്റ് മഞ്ഞും ഉരുകി മാറും. പിന്നെ മൊത്തത്തിൽ കളറൊക്കെ ഗ്രീനറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. നല്ലൊരു മഴ പെയ്ത് ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അതായത് നല്ലൊരു വ്യൂ സ്പോട്ട് ഇതാണ്. ജോർജിയയിൽ വരുന്ന ടൂറിസ്റ്റ് ഒക്കെ ഗുദൗറിയിൽ വരും. ഗുദൗറിയിൽ വരുന്ന ആളുകളൊക്കെ ഈ ഒരു മോണ്യുമെന്റിൽ വരും. ഈ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള മോണ്യുമെന്റ് ആണ്. ഇവിടെ ഇപ്പം 3ാമത്തെ തവണ ഞാൻ വരുന്നത്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഈ കാണുന്ന പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതായത് വെളുത്ത നിറത്തിൽ മാത്രം കാണുന്ന സ്ഥലത്തിന്റെ ഒരു കളർഫുൾ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറെ മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണിത്. കണ്ടോ? ഇനി സമ്മർ ആവാൻ പോവാണ്. അപ്പൊ ഈ മഞ്ഞൊക്കെ ഇങ്ങോട്ട് പോകും. ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തടാകം കാണാം. ചുറ്റിലും മഞ്ഞ് മൂടിയ വലിയ വലിയ മലനിരകൾ. അതിനിടയിൽ ഇതേ നല്ലൊരു വ്യൂ സ്പോട്ടാണിത്. നല്ല തണുപ്പുള്ള അന്തരീക്ഷം. ഇവിടുന്ന് ഒരു ഹെലിക്യാം ഷോട്ടിൽ എൻ്റെ ഒരു വിഷ്വൽ എടുത്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വൈകുന്നേരം ലൈറ്റ് കുറച്ച് ഡിമ്മായി എന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുദൗറി കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ടിബ്ലിസിയിലേക്ക് തിരിച്ചു മടങ്ങി. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്ന മൂടാണ്. പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോയി.
പോയി. പൊതുവേ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കുറവാണത്രേ. പക്ഷേ ഞങ്ങളുടെ ആദിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ ഞങ്ങളെ കൊണ്ടുവന്നു. കാരണം ഇവിടെ വളരെ ബജറ്റായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഒരു ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാ ടൈപ്പ് സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റാണിത്. ചൂർച്ച് ഖേല എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര്. ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നാണ് ഈ ചൂർച്ച് ഖേല. അതും കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ഞങ്ങൾ വാങ്ങി. അങ്ങനെ മൊത്തത്തിൽ ആ മാർക്കറ്റ് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് അവിടെ കുറച്ച് നേരം 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ തിരികെ യാത്രയ്ക്കുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആദിലിൻ്റെ ട്രീറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സ്റ്റേഷൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഇവൻ കൊണ്ടുവന്നു. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഒരുപാട് സാധനങ്ങൾ വളരെ ചെറിയ വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് ട്രിപ്പായിട്ട് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യിപ്പിക്കാൻ പറയണം കേട്ടോ. പൊതുവെ ചെയ്യാറില്ല. അല്ലെങ്കിൽ ആദിലിന്റെ കൂടെ ട്രിപ്പിന് വന്നാൽ മതി. അവൻ ഈ സ്ഥലങ്ങളിലൊക്കെ ലോക്കൽ മാർക്കറ്റും ലോക്കൽ പൾസും ആളെ ഒരു ലോക്കലാ, അതുകൊണ്ട് അതിന്റെ എല്ലാ ഗുണവും ഉണ്ടാവും. ഇത് ഇവിടുത്തെ മെയിൻ സാധനമാണ്. 1.50 ലാറി. അതിന് ഇതുപോലെ വലിയൊരു ബ്രെഡ് കിട്ടും. അതിങ്ങനെ നല്ല ചൂടുന്നത്, അതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാം. വലിയ മാറ്റമൊന്നുമില്ല, മൈദേനെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സാധനം. ലോക്കൽ പൾസ്. ഇതൊക്കെ ഒരു ബെഞ്ചിന്റെ മുകളിൽ കുറെ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നതിന്റെ ഇടയിൽ. അതിൽ മൊത്തത്തിൽ ഞങ്ങളുടെ ട്രിപ്പിനെ ഭംഗിയാക്കി, സൂപ്പറാക്കി. താങ്ക് യു സോ മച്ച്. അവൻ കോളേജിലൊന്നും പോകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കോളേജൊക്കെ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ജോർജിയയിൽ ഏതെങ്കിലും കോഴ്സിന്, ഏത് തരം കോഴ്സിന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. യൂണിവേഴ്സിറ്റി തന്നെയാണ്. ആൻഡ് ഇവിടെയുള്ള 3 യൂണിവേഴ്സിറ്റികളിൽ അതിൽ ടെക്നിക്കലും അതുപോലെ മെഡിക്കലിൽ തന്നെ MBBS, നഴ്സിംഗ് തുടങ്ങിയ പാരാമെഡിക്കൽ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന നാട്ടിലൊക്കെയുള്ള മക്കൾക്കൊക്കെ ഇങ്ങോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരും. ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ജോർജിയയിലേക്ക് ട്രിപ്പ് അടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈദ് ഹോളിഡേയ്സ് ഒക്കെ വരുവാണ്, ഈ സമയത്ത് ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവൻ സെറ്റ് ചെയ്ത് തരും, ഇൻക്ലൂഡിങ് വണ്ടി, അതുപോലെ അക്കോമഡേഷൻ, പിന്നെ ഇവിടുത്തെ കറക്കങ്ങൾ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ. നമുക്ക് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലത്ത് പോകുമ്പം നല്ല പേയ്മെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവന് ഇവിടുത്തെ വളരെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റി. പുറത്തൊക്കെ 10 ലാറിയൊക്കെ പറഞ്ഞ സാധനം നമുക്കൊരു 4 ലാറി 5 ലാറി റേഞ്ചിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി സ്റ്റേഷൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു. കുറേ സ്ട്രോബെറി വാങ്ങി, പിന്നെ ബെറീസ് വാങ്ങി, ചൂർച്ച് ഖേല എന്ന് പറയുന്ന ഇവിടുത്തെ സാധനം വാങ്ങി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇതൊന്നും ചോദിക്കരുത്, അക്ഷയ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ.